നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പേരാമ്പ്രയിൽ വൻ സ്പിരിറ്റ് വേട്ട. കൊടകര ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ 15ാമത് വാർഷികവും സുവർണമുദ്ര സമർപ്പണവും 17-ന് ചിങ്ങം 1-ന് നടക്കും. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര നോർത്ത് മേഖലാ സമ്മേളനം നടത്തി. കൊടകര സഹൃദയ കോളേജ് അഡ്വാൻസ് സ്റ്റഡീസ് UGC അംഗീകാരത്തോടെ കോഴിക്കോട് സർവകലാശാല ഓട്ടോണമസ് അംഗീകാരം ലഭിച്ചതിന്റെ പ്രഖ്യാപനം ഓഗസ്റ്റ് 11 തിങ്കളാഴ്ച നടത്തുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊടകരയിൽ വൻ സ്പിരിറ്റ് വേട്ട. കൊടകര പേരാമ്പ്രയിൽ അതിവേഗതയിൽ വന്ന മിനി ലോറിയെ പിന്തുടർന്ന് പിടികൂടിയത് 2765 ലിറ്റർ സ്പിരിറ്റ്. കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ദേശീയപാതയിലൂടെ മിനി ലോറിയിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു അനധികൃത സ്പിരിറ്റ്. യുവാവ് പോലീസ് പിടിയിലായി. ആലപ്പുഴ കൈനകരി മാറാന്തര വീട്ടിൽ സുരാജാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ചാലക്കുടി DYSP PC ബിജുകുമാറും സംഘവും ചേർന്ന് പിടികൂടിയത്. ഓണത്തോടനുബന്ധിച്ച് വ്യാജ മദ്യ ഉൽപാദനവും വിതരണവും ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് പോലീസ് ദേശീയപാതയിൽ വാഹന പരിശോധന നടത്തിയത്. അതിവേഗതയിൽ വന്നിരുന്ന ഒരു വാഹനത്തെക്കുറിച്ച് അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര അടിപ്പാതയോട് ചേർന്ന് നടത്തിയ വാഹന ചെക്കിങ്ങിനിടയിലാണ് മിനി ലോറിയിൽ പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ സ്പിരിറ്റ് ശേഖരം കണ്ടെടുത്തത്. പിടികൂടിയ ഡ്രൈവറെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്ന അറിവ് ലഭിച്ചു. സ്പിരിറ്റിന്റെ ഉറവിടത്തെ സംബന്ധിച്ചും വിൽപ്പന ഇടങ്ങളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തും. അന്വേഷണ സംഘത്തിൽ കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ ഡെന്നി CD, ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളായ പ്രദീപ് CR, ജയകൃഷ്ണൻ PP, സതീശൻ മടപ്പാട്ടിൽ, ഷൈൻ TR, മൂസ PM, സിൽജോ VU, ലിജു ഇയാനി, റെജി AU, ബിനു MJ, ഷിജോ തോമസ്, ബിജു CK, സോണി സേവ്യർ, ഷിൻഡോ KJ, ശ്രീജിത്ത് EA, നിഷാന്ത് AB, സുർജിത് സാഗർ, കൊടകര പോലീസ് സ്റ്റേഷനിലെ ASI-മാരായ ഷീബ അശോകൻ, ഗോകുലൻ KC, ഷിജു MS എന്നിവരും ഉണ്ടായിരുന്നു. പിടികൂടിയ പ്രതിയെ നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കും. കൊടകര ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മ വാർഷികം ചിങ്ങം 1-ന് നടക്കും. കൊടകര ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ 15ാമത് വാർഷികവും സുവർണമുദ്ര സമർപ്പണവുമാണ് ഓഗസ്റ്റ് 17 ചിങ്ങം 1-ന് നടക്കുക. വൈകിട്ട് 4-ന് പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സിനിമാ താരം ദേവൻ ഉദ്ഘാടനം നിർവഹിക്കും. സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര ചെണ്ട കലാകാരൻ വിജിൽ R. മേനോന് കഥകളി ആചാര്യൻ ഡോക്ടർ കലാമണ്ഡലം ഗോപി സമ്മാനിക്കും. മുതിർന്ന ചെണ്ട കലാകാരൻ പൈങ്കുളം പത്മനാഭൻ നായർ, മുടിയേറ്റാചാര്യൻ കിഴക്കേ വാരണാട്ട് നാരായണക്കുറുപ്പ് എന്നിവരെ പെരുവനം കുട്ടന്മാരാർ ആദരിക്കും. കവിയും ഗാനരചയിതാവുമായ MD രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടറേറ്റ് ലഭിച്ച വാദ്യകലാകാരനും അധ്യാപകനുമായ മൂർക്കനാട് ദിനേശൻ വാര്യരെ കവിയും ഗാനരചയിതാവുമായ സച്ചിദാനന്ദൻ പുഴങ്കര അനുമോദിക്കും. മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ ചികിത്സാ ധനസഹായ വിതരണവും ശുഗപുരം രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തും. സമ്മേളനാനന്തരം തിരുവല്ല രാധാകൃഷ്ണൻ നയിക്കുന്ന ഗോപുരത്തിങ്കൽ പാണ്ഡിമേളം അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത്, സെക്രട്ടറി കൊടകര ഉണ്ണി, വൈസ് പ്രസിഡന്റ് കണ്ണമ്പത്തൂർ വേണുഗോപാൽ, അംഗം സുരേഷ് തുറവ് എന്നിവർ പങ്കെടുത്തു. മേള കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതി 15ാമത് വാർഷികാഘോഷം ഈ വരുന്ന ഓഗസ്റ്റ് 17-ന് ചിങ്ങം 1-ാം തീയതി വേദിയാകുകയാണ്. 2010 ഓഗസ്റ്റ് 17 ചിങ്ങം 1-ന്
മേളകലയിലെ ചക്രവർത്തി തൃപ്പേക്കുളം അച്യുതമാരാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സമിതി ഇന്നും അനുസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വടകര മേളകര സംഗീത സമിതിയുടെ 15ാം വാർഷികമാണ് ഈ വരുന്ന ചിങ്ങമാസം 1-ാം തീയതി ആഘോഷിക്കുന്നത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി വടകരയിലെ സാംസ്കാരിക സാന്നിധ്യമാണ് മേളകര സംഗീത സമിതി. ഈ വർഷം വൈകിട്ട് 3:30 കൂടി മുതലാർക്കാവ് ദേവീക്ഷേത്ര മൈതാനിയിലെ വിശിഷ്ടരായ വ്യക്തികളെയും ആദരണീയരെയും സുവർണമുദ്ര ജേതാവിനെയും വേദിയിലേക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി മുതലാർക്കാവ് ക്ഷേത്ര മൈതാനിയുടെ കിഴക്കേ നടയിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരും. ഈ വർഷത്തെ സമിതിയുടെ ഏറ്റവും വലിയ പുരസ്കാരം സുവർണമുദ്ര ആണ്. സമിതിയുടെ വലിയ പുരസ്കാരം. ആ സുവർണമുദ്ര ഈ വർഷം കഴിഞ്ഞ 4 നൂറ്റാണ്ടായി വാദ്യകലാരംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കൊടകര വിജിൽ മേനോനാണ് ആ സുവർണമുദ്രയ്ക്ക് അർഹനായിട്ടുള്ളത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര നോർത്ത് മേഖലാ സമ്മേളനം നടത്തി. പേരാമ്പ്ര ATU ഹാളിൽ നടത്തിയ സമ്മേളനം മഹിളാ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഷേർലി ജോസ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സെക്രട്ടറി ടെസി ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി AG രാധാമണി, ഏരിയ പ്രസിഡന്റ് അമ്പിളി സോമൻ, ട്രഷറർ സരിത രാജേഷ്, CPM ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ്, സ്വപ്ന സത്യൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. രാജേശ്വരി പ്രസിഡന്റ്, സ്വപ്ന സത്യൻ സെക്രട്ടറി, സിന്ധു പ്രദീപ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ആളൂർ സെന്റ് ജോസഫ് സ്കൂളിൽ ആനുവൽ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. തൃശൂർ റൂറൽ ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് DVSP ബിജോർ PR ഉദ്ഘാടനം നിർവഹിച്ചു. PTWA പ്രസിഡന്റ് സുധിൻ അശോക് അധ്യക്ഷനായിരുന്നു. കേരള ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി എബനൈസർ, സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജ്യോതി, സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ശ്രീജിത്ത് PM എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കായിക മത്സരങ്ങൾ അരങ്ങേറി. നമുക്കെല്ലാവർക്കും ഒരു കാര്യം വ്യക്തമായി, ഏത് ലെവലിൽ പോകുന്ന എത്ര വലിയ ആളാണെങ്കിലും അവന്റെ ശരീരമുണ്ടെങ്കിലേ അവന് നിലനിൽപ്പുള്ളൂ എന്നും ആ ശരീരത്തിന് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ബേസിക് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ശരീരം കൊണ്ടു നടക്കാനായിട്ട് ഫിസിക്കലി ഫിറ്റ് ആകുക എന്നുള്ളതാണ്. It is with great joy and excitement that I stand before you to welcome you all to our സ്പോർട്സ് ഡേയുടെ ഭാഗമാകാനും ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും എത്തിച്ചേർന്ന ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ജ്യേഷ്ഠ സഹോദരനും റോൾ മോഡലുമായ വിജയ് സാറിന് എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. കൊടകര സഹൃദയ കോളേജിന് ഓട്ടോണമസ് അംഗീകാരം ലഭിച്ചതിന്റെ പ്രഖ്യാപനം ഓഗസ്റ്റ് 11-ന്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് UGC അംഗീകാരത്തോടെ കോഴിക്കോട് സർവകലാശാല ഓട്ടോണമസ് അംഗീകാരം ലഭിച്ചതിന്റെ പ്രഖ്യാപനം ഓഗസ്റ്റ് 11 തിങ്കളാഴ്ച നടത്തുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ കോളേജ് സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപനം നിർവഹിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രൻ, ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, സഹൃദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ എന്നിവർ സന്നിഹിതരായിരിക്കും. ആദ്യ സൈക്കിളിൽ തന്നെ NAC A ഗ്രേഡ് നേടുകയും പാഠ്യേതര വിഷയങ്ങളിൽ യൂണിവേഴ്സിറ്റിയിൽ മികച്ച സ്ഥാനത്ത് നിലനിർത്തുന്ന സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓട്ടോണമസ് അംഗീകാരം നേടുന്നതിലും മികവിന്റെ പാതയിലാണെന്നും 2025-26 അധ്യയന വർഷം മുതൽ 2034-35 അധ്യയന വർഷം വരെയുള്ള 10 വർഷ കാലയളവിലേക്കാണ് UGC ഈ അംഗീകാരം നൽകിയിരിക്കുന്നത്. സഹൃദയ കോളേജിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, പ്രൊഫസർ VJ തോമസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഷിജി VK എന്നിവർ പങ്കെടുത്തു.
അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഓട്ടോണമസ് സ്റ്റാറ്റസ് ലഭിക്കുമ്പോൾ ഒത്തിരിയേറെ നമ്മൾ സ്റ്റുഡൻസും നമ്മുടെ കോളേജും മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റി മുഴുവനും സന്തോഷിക്കേണ്ട ഒരു സന്ദർഭമാണ്. എക്സലൻസിയ എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് പ്രൊക്ലമേഷൻ സെലിബ്രേഷനാണ് ഓഗസ്റ്റ് 11 തിങ്കളാഴ്ച രാവിലെ 9:30 മണിക്ക് നമ്മുടെ കേരള ഗവൺമെന്റ് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അത് ഇനോഗ്രേറ്റ് പ്രൊക്ലെയിം ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ IDTയുടെ ചെയർമാൻ അത് ഉദ്ഘാടനം നിർവഹിക്കുകയും. പാലിഗ്രാം മണലി പാലത്തിനു സമീപം അപകടം. പാലിഗ്രാം മണലി പാലത്തിനു സമീപം KSRTC ബസും കാറും കൂട്ടിയിടിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ KSRTC ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിലിടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡിലിടിച്ച് റോഡിന് എതിർവശത്തേക്ക് തിരിഞ്ഞു. കോട്ടയത്ത് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. വാഹനങ്ങൾ പോലീസ് മാറ്റിയിടാത്തതിനെ തുടർന്ന് ദേശീയപാതയിൽ വാഹനങ്ങളുടെ നിര പുതുക്കാട് വരെ നീണ്ടു. 2 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി സ്വാഗതവും ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ നന്ദിയും അറിയിച്ചു. ചന്ദ്രൻ കൊതാപ്പിള്ളി, ഡേവിസ് MD, ഗോവിന്ദൻകുട്ടി NA, ഡേവിസ് വെളിയത്ത്, ജോബി മേലേടത്ത്, റെയ്സൺ ആലുക്ക, ബിജു മാളക്കാരൻ, ആന്റോ മേനാച്ചേരി, ജോയ് പാനിക്കുളം, ആന്റോ ഇരിഞ്ഞേരി, ആന്റണി PV, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കിരൺ ഷൺമുഖൻ, യൂത്ത് വിംഗ് സെക്രട്ടറി ബിനു TB, ധിരൺ, വനിതാ വിംഗ് സെക്രട്ടറി നീബ രാജേഷ്, ട്രഷറർ സിനി സന്തോഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. അംബേദ്കർ ഗ്രാമം പദ്ധതി പ്രകാരം 1000 ഉന്നതികളുടെ വികസനം സാധ്യമാക്കുമെന്ന് മന്ത്രി OR കേളു. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമാക്കി സർക്കാർ കൊണ്ടുവന്ന അംബേദ്കർ ഗ്രാമം പദ്ധതി വഴി 1000 ഉന്നതികളുടെ വികസനം സാധ്യമാകുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. വരന്തരപ്പള്ളി വേലുപ്പാടം ഗ്രാമം അംബേദ്കർ പദ്ധതി പ്രവർത്തന പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഒരു വർഷം 100 ഉന്നതികൾ എടുത്തത് വഴി 1000 ഉന്നതികൾ അംബേദ്കർ ഗ്രാമം പദ്ധതി വഴി നടപ്പിലാക്കിയെന്നും റോഡും കുടിവെള്ളവും വൈദ്യുതിയും അവർക്ക് നൽകാൻ പദ്ധതി വഴി കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനം ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ളതാണെന്നും ഓരോ ഉന്നതികളും തിരഞ്ഞെടുത്ത് പ്രത്യേക ഫണ്ട് നൽകുന്നത് വഴി അതത് ഉന്നതികളുടെ പ്രത്യേകമായ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അംബേദ്കർ ഗ്രാമം പദ്ധതി വഴി 4 റോഡുകളുടെ നിർമ്മാണം, 41 വീടുകളുടെ പുനരുദ്ധാരണം, പൊതുകിണർ നവീകരണം എന്നിവ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടെസ്സി ഫ്രാൻസിസ്, ഷീല ജോർജ്, ജില്ലാ പട്ടികജാതി ഉപദേശക സമിതി അംഗം PK ശിവരാമൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ K സന്ധ്യ, പാർട്ടി പ്രതിനിധികളായ സന്തോഷ് തണ്ടാശ്ശേരി, ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, പട്ടികജാതി ബ്ലോക്ക് വികസന ഓഫീസർ TR ഷാബു എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9445 രൂപ, പവന് 75,560 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര.
പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര പേരാമ്പ്രയിൽ വൻ സ്പിരിറ്റ് വേട്ട. കൊടകര ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ 15ാമത് വാർഷികവും സുവർണമുദ്ര സമർപ്പണവും 17-ന് ചിങ്ങം 1-ന് നടക്കും. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര നോർത്ത് മേഖലാ സമ്മേളനം നടത്തി. കൊടകര സഹൃദയ കോളേജ് അഡ്വാൻസ് സ്റ്റഡീസ് UGC അംഗീകാരത്തോടെ കോഴിക്കോട് സർവകലാശാല ഓട്ടോണമസ് അംഗീകാരം ലഭിച്ചതിന്റെ പ്രഖ്യാപനം ഓഗസ്റ്റ് 11 തിങ്കളാഴ്ച നടത്തുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.